മാനന്തവാടിയിൽ നിന്ന് രാജീവൻ നമുക്കൊപ്പം ചേരുന്നു. രാജീവൻ, നമസ്കാരം. എങ്ങനെയാണ് അവിടെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരു സഹായം നൽകാൻ രാജീവൻ ആലോചിക്കുന്നത്? എനിക്ക് ഉദ്ദേശം വെച്ചാൽ മാനന്തവാടി അഗ്രഹാരം എന്ന സ്ഥലത്ത് അവിടെ 2 കിലോമീറ്റർ. എന്റെ സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ കക്കട്ടാണ്. അപ്പോൾ ആ ഭാഗത്ത്, അതായത് ഈ ദുരന്തബാധിതർക്ക് ജോലി ചെയ്യാനൊക്കെ പോകാൻ പറ്റുന്ന ഇടത്തിൽ ഏതെങ്കിലും താമസ സ്ഥലമുണ്ടോ? മാനന്തവാടിയിൽ നിന്ന് 2 കിലോമീറ്റർ ആണുള്ളൂ. മാനന്തവാടി സ്കൂളുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അവിടെയാണ് വീടല്ലേ? ശ്രീ രാജീവൻ, അങ്ങയുടെ സ്വന്തം വീടാണോ? എന്റെ സ്വന്തം വീടാണ്. എന്റെ സ്വന്തം വീട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ അധ്വാനിച്ച് വാങ്ങിച്ചതാണ് ആ സ്ഥലം, ആ വീടൊക്കെ. എന്റെ സ്ഥലം കോഴിക്കോട് ജില്ലയാണ്. പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ട് ഒരു 5-8 വർഷം പഴയ വീടാണ്, ഓട് വെച്ച വീടാണ്. സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനവും ഉണ്ടല്ലോ അല്ലേ? എത്ര മുറിയൊക്കെ ഉണ്ട്? പിന്നെ ശരിക്കും പഴയ വീടാണ്. പിന്നെ 1, 2, 3, 4 മുറികളുണ്ട്. 4 മുറികളുണ്ട്. കക്കൂസൊക്കെ പുറത്താണ്. കക്കൂസും കുളിമുറിയും പുറത്താണ്. വെള്ള സൗകര്യമുണ്ട്, കറണ്ടുണ്ട്, എല്ലാം. മെയിൻ റോഡാണ്, ടാർട്ട റോഡാണ് മുമ്പുകൂടി. ഈ വാടകയ്ക്ക് കൊടുക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്? എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? വാടക ഉദ്ദേശിച്ചല്ല കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു കുറച്ച് കാലത്തേക്ക്, ഒരു വർഷത്തേക്ക്. കാരണം വെച്ചാൽ ഒരു വർഷത്തേക്ക് ഈ 2 മാസം മുമ്പേ വാടകക്കാർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവർ ഒഴിവായതായിരുന്നു. അപ്പൊ അത് താൽക്കാലികമായിട്ട് ഒരു വർഷത്തേക്കോ എത്ര അവർക്ക് വീട് കിട്ടുന്നവർ ആർക്കെങ്കിലും കൊടുക്കാന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. വളരെ നല്ല കാര്യമാണ് ശ്രീ രാജീവൻ. താങ്കളുടെ അഡ്രസ്സ് നമ്മുടെ ടീം, നമ്മുടെ ഈ ഒരു പുനരധിവാസ പാക്കേജിനായി തന്നെ, അല്ലെങ്കിൽ ആ സഹായം എത്തിക്കുന്ന ആളുകളെ ക്രോഡീകരിക്കുന്നതിനായി നമ്മുടെ ഒരു ഡാറ്റ ഡെസ്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ശ്രീ രാജീവനെ വിളിക്കും. താങ്കൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു മാതൃകയാണ്. 1 രൂപ പോലും വേണ്ട. ഒരു വർഷം അവർക്ക് മറ്റൊരു വീട് ഒരുങ്ങുന്നത് വരെ സ്വന്തം വീട് വിട്ടു നൽകാം. 4 മുറികളുള്ള വീടാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് മാനന്തവാടിയിൽ ഇപ്പോൾ രാജീവൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള നന്മയുള്ള ഒരുപാട് മനസ്സുകളെ പ്രചോദിപ്പിക്കുന്ന തീരുമാനമാണ്. നന്ദി രാജീവൻ, വിളിച്ചത്.